കെട്ടിപ്പിടിച്ചും അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്തും അഭിനയിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അതിൽ കയറി ഒരു പ്രൈവസിൽ കയറി റിയെന്നല്ല വേറൊരു പെൺകുട്ടിക്കും അതിൽ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം AJP കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ നമ്മളെക്കാണ് പലരും കോമാളി അല്ലെങ്കിൽ പരിഹാസം രീതിയിലൊക്കെ നോക്കിക്കാണുന്ന പല നടന്മാരുണ്ട്. അപ്പോൾ ചില സമയത്ത് ആദ്യം ഫസ്റ്റൊക്കെ നടന്മാർ നമ്മളെ കൂടെ നിർത്തി റിവ്യൂ അറിയിച്ചപ്പോൾ പിന്നീട് പല റിവ്യൂകളിലും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പോകുമ്പോൾ ചില ആൾക്കാർക്കും നടന്മാർക്കും അത് പറ്റില്ല എന്ന രീതി വന്നപ്പോൾ നമ്മളത് മാറി. പിന്നെ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഇടക്കൊച്ചി എന്ന നാട്ടിൽ നിന്ന് മലയാള സിനിമയിലേക്ക് റിവ്യൂയിലൂടെ വനിതാ വിനീത തിയേറ്ററിൽ മലയാളികളുടെ ഒരുപാട് സിനിമകൾക്ക് റിവ്യൂ പറഞ്ഞ് തൻ്റെ സിനിമ എന്ന സ്വപ്നത്തിനൊപ്പം സഞ്ചരിച്ച് AJP എന്ന അപരനാമത്തിലൂടെ മലയാളികൾ ഹൃദയത്തിലേറ്റിയ ഒരു കലാകാരനാണ് നമ്മളോടൊപ്പം ഉള്ളത് അലിൻ ജോസ് പെരേര. എന്തായാലും ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഇടക്കൊച്ചിയിൽ നിന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി തന്നെയാണോ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്? അതെ അതെ, നമ്മുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. യാത്രകൾ ഇപ്പം നമ്മൾ ഇത് ഈ ഒരു യാത്രയാണല്ലോ, ജീവിതമാണല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിലേക്ക് ഫീൽഡിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവരിപ്പോൾ നമ്മളായിട്ട് കുറച്ചൊക്കെ പിണക്കത്തിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഓരോ സഹനങ്ങളാണ് ഈ ഇതിലേക്ക് എത്താൻ കാരണം. ലോകത്ത് എവിടെയാണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് പോലും അലിൻ ജോസ് പെരേര എന്ന സൂപ്പർ സ്റ്റാറിനെ അറിയാം. നിങ്ങൾ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിരുന്നു എങ്കിൽ പോലും നിങ്ങളുടെ ഈ റിവ്യൂവർ ആയപ്പോഴാണ് ഒന്നുകൂടി ജനകീയനായത്. നിങ്ങളുടെ 23 അല്ലെങ്കിൽ 24 വയസ്സിൽ നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യനാണെന്ന് എപ്പോഴെങ്കിലും പ്രേക്ഷകരോട് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഇത് സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ലൈഫിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ 5 സ്റ്റാർ ഭക്ഷണം കഴിക്കണം പറ്റണമെന്നില്ല. നമുക്ക് ദരിദ്രമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഉപ്പ് വാങ്ങിയിട്ട് ചോറ് കഴിച്ച, കഞ്ഞി കുടിച്ച കാലങ്ങളിൽ ഇപ്പോൾ ഡെയിലി ബിരിയാണി കഴിക്കുന്ന കാലത്തിലേക്ക് എത്തിയെങ്കിൽ നമ്മളൊരു സ്ട്രഗിൾസും ആ ഒരു കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ മണിച്ചേട്ടനും ദിലീപേട്ടനൊക്കെ വന്ന ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ കഥകൾ നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് വെറുതെ ഒരു സെന്റിമെന്റ്സ് പിടിച്ചിട്ട് എനിക്ക് അതുകൊണ്ട് നേട്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിലവിൽ ലഹരി വലിയ പ്രശ്നമാണ്. സിനിമാ മേഖലകളിലും എൻ്റർടൈൻമെൻറ്റ് മേഖലകളിലൊക്കെ ലഹരി വലിയ രീതിയിൽ കുത്തുവയ്ക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെ അലിൻ ജോസ് പെരേര എന്ന നടൻ, അതല്ലെങ്കിൽ അഭിനേതാവ്, എപ്പോഴെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പടത്തിൽ വർക്ക് ചെയ്യില്ല എന്നൊരു നിലപാട് എടുക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, മനസ്സിലായോ? മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടോന്നില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിലൊന്നും ലഹരി കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ പ്രൈവസിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. എനിക്കറിയില്ല നടന്മാരെ പേരൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ അറസ്റ്റിൽപ്പെട്ട പല നടന്മാരും പേഴ്സണലി ഫോൺ നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് നമ്മളെ കാണുമ്പോൾ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും വിൻസി അലോഷ്യസ് ആണെങ്കിലും ഒരു ബ്രദർലി സൗഹൃദം കാണുമ്പോൾ ഉണ്ട്, റെസ്പെക്റ്റിംഗ് ഉണ്ട്. കാരണം ഇവർ ഫിലിം ആക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അവർ നമ്മളെക്കാണ് പലരും കോമാളി അല്ലെങ്കിൽ പരിഹാസം രീതിയിലൊക്കെ നോക്കിക്കാണുന്ന പല നടന്മാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും എന്നെ മാന്യമായിട്ടുള്ള രീതിയിലാണ് റെസ്പെക്ട് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് വർക്കുകളിലൂടെ മനോരമയിലെ മീനൂസ് കിച്ചൺ ഉണ്ട്, ഒരുപാട് വർക്കുകളുണ്ട്, ഷോർട്ട് ഫിലിംസ് ആയിട്ടും സിനിമകളായിട്ടും ഒക്കെ. ഇപ്പം നിലവിൽ വേരി എന്ന വെബ് സീരീസിൻ്റെ ഒരു ലൊക്കേഷനിലാണല്ലോ. അപ്പോൾ നമ്മുടെ സംവിധായകൻ ഷാഹിദ് പുത്തനങ്ങാടിയെ കുറിച്ച് പറയണം. അതുപോലെ തന്നെ രേണു സുധി എന്ന വലിയൊരു കലാകാരി നിങ്ങളോടൊപ്പം അഭിനയിക്കാൻ വലിയ ഭാഗ്യമായി തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർക്കിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ റീല് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. നീ ഇപ്പം ആക്ടിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന് നാളേക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നല്ലൊരു ആക്ട്രസ് ആണ്. കാരണം ഇപ്പോൾ പലരും രണി ചേച്ചി ഒരു അപ്ഡേറ്റ് എന്നെ പറ്റി കൊടുത്തപ്പോൾ തന്നെ പലരും പിന്തിരിപ്പിക്കാൻ നോക്കി. എങ്കിലും പുള്ളി ആത്മാർത്ഥമായിട്ടത് തിരിച്ച് മറുപടി കൊടുത്തു. അലിൻ ജോസ് പെരേര ആക്ടറല്ലേ, ഹീസ് എ ഹ്യൂമൻ ബീങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ
തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ മനസ്സിലിപ്പോൾ മഞ്ജു വാര്യരോട് അഭിനയിക്കണം, അല്ലെങ്കിൽ നവ്യ നായരോട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്കത് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഡിസ്നിനെ പോലത്തെ ആൾക്കാരൊക്കെ നമ്മളോട് ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ജംഗിൾ സുന്ദരിയിലൊക്കെ. അപ്പോൾ കാരണം നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന വ്യക്തികൾ പലർക്കും അവഗണിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നും നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് ഡിസ്നി. ഇപ്പോൾ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. കാരണം ഒരുപാട് പേരോട് നമ്മൾ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നോ പറയുന്ന രീതിയിലും ഡിസ്നി വന്ന് നമ്മളോട് അഭിനയിച്ചു. അതിനുശേഷമാണിപ്പോൾ രേണു സുധി എന്ന് പറഞ്ഞൊരു മോഡലിങ് അല്ലെങ്കിൽ കരിയറിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളൊപ്പം അഭിനയിക്കുന്നത് അതെന്തായാലും മനോഹരമാണ്. കാരണം ട്രെൻഡിങ് നിൽക്കുന്ന ഒരു വ്യക്തി പോലെയല്ല, ഒരു ചേച്ചി അനിയൻ റിലേഷൻ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ പലപ്പോഴും സെൽഫിയും ഓട്ടോഗ്രാഫും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു പവർ കിട്ടുന്നുണ്ട്. കാരണം ചില ആൾക്കാർ അവഗണനയും പരിഹാസവും കിട്ടാത്തൊരു ഫീൽഡില്ലല്ലോ. കാരണം നമ്മൾക്ക് ഫെയിം എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫെയിം കൊണ്ട് നേട്ടം അല്ലെങ്കിൽ ലാഭം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ കോമഡിയനായിട്ട് അല്ലെങ്കിൽ കോമിക്കായിട്ട് തന്നെ ഞാൻ എപ്പോഴും നിൽക്കുന്നില്ല. കോമിക്കാവുന്നത് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു റീലിൽ നമ്മൾ കോമിക്കായിട്ടൊക്കെ ഇടപെടും. അല്ലാണ്ട് പേഴ്സണൽ ലൈഫ് ഒരിക്കലും കോമഡി അല്ല. ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് ഞാൻ കടമെടുക്കണേ, ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് എൻ്റെ ലൈഫ് കോമഡിയാണ്, എൻ്റെ അവസ്ഥകളും കോമഡിയാണ്. പക്ഷേ സ്വന്തം പേഴ്സണൽ ലൈഫ് എനിക്കൊരിക്കലും കോമഡിയല്ല. അതൊരിക്കലും എനിക്ക് ജീവിതത്തിനോടുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ളൊരു വാശിയാണ്. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എൻ്റെ അച്ഛൻ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനം. നമ്മൾ എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു, അലിൻ ജോസ് പെരേര വിവാഹിതനാകാൻ പോകുന്നു, റിയയെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഈ ഒരു പ്രണയത്തിനും ഈ ഒരു വിവാഹ ആലോചനയ്ക്കൊക്കെ ഇടയിൽ റിയ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം സമയത്ത് റിയാണെങ്കിലും നല്ലൊരു പെൺകുട്ടി നമ്മളൊരു പ്രപ്പോസ് വന്നാൽ അതും സ്വീകരിക്കും. പക്ഷേ റിയ നടക്കുന്നത് സത്യാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ അത് ഓക്കെ ആണെങ്കിൽ നടക്കും, അല്ലെങ്കിൽ വേറെ നോക്കും. കല്യാണത്തിൻ്റെ സ്ഥാനം നോക്കാം എന്തായാലും. റിയ ഓക്കെ ആണെങ്കിൽ അത് നോക്കും, അല്ലെങ്കിൽ വേറെ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്നൊക്കെ ആൾക്കാർ മൈൻഡ് മാറുമല്ലോ, അതുകൊണ്ട് അറിയില്ല. അതിൽ അതൊന്നും നോക്കാം എന്തായാലും. പിന്നെ റിയയുടെ കാര്യം പറയാൻ, ഇന്നലെ സെറ്റിൽ വെച്ച് ഒരു റീൽ ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രേണു ചേച്ചിയുടെ അടുത്ത് തട്ടിക്കറി റിയ എൻ്റെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വർക്കായിട്ട് കാണുക. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും വർക്കായിട്ട് കണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫ്രണ്ട്സായിട്ടാണ് പോകുന്നത്. ഇപ്പം ഇനി ഭാവിയിൽ കല്യാണം കഴിക്കുമെന്നുള്ളതെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും വർക്കായിട്ട് കാണുക. കാരണം നമ്മൾ ഒരുപാട് മോഡൽസുമായിട്ട് ഫാഷൻ ഷോ വരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം പിന്നെ കല്യാണ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ടൊക്കെ പ്രൊഫഷണൽ മോഡൽസിലൊക്കെ വെക്കുന്നുണ്ട് എൻ്റെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് വർക്കുകളും പിന്നെ മറ്റേ സംതിങ്, കോയൽ, ജംഗിൾ സുന്ദരി അങ്ങനെ വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ റാപ്പ് സോങ് റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാരാണ് വെച്ച് ചെയ്യുന്നത്. പിന്നെ റിയായിട്ടും 1-2 റീലും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് റിയായിട്ടൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ വർക്കായിട്ട് ബന്ധപ്പെട്ട് വർക്കിൽ റിയ ഇടപെടരുത്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സിനിമ, ഷോർട്ട് ഫിലിം, സീരിയൽ ആ മേഖലകളിലും ഞാൻ കെട്ടിപ്പിടിച്ചും അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്തും അഭിനയിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അതിൽ കയറി ഒരു പ്രൈവസിൽ കയറി റിയെന്നല്ല വേറൊരു പെൺകുട്ടിക്കും അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം AJP കൊടുത്തിട്ടില്ല. കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓമനത്വമുള്ള നിഷ്കളങ്കമായ മുഖം തന്നെയാണ് പെരേരയുടേത്. അപ്പോൾ പെരേര വിവാഹം കഴിക്കുക, അതിൽ പെരേരയെ വിവാഹം കഴിക്കാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ യോഗ്യത. കാരണം നമ്മളെ ബോഡി ഷെയിം ചെയ്യുക, എനിക്ക് വണ്ണമുണ്ട് അല്ലെങ്കിൽ താടിയും മീശയൊക്കെ കുറവാണ്, അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് ഇല്ലാണ്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ കല്യാണം കഴിക്കാം. അല്ലാണ്ട് സെലിബ്രിറ്റി ഇമേജ് ഉള്ളതുകൊണ്ട് കല്യാണം കഴിക്കാം എന്ന രീതിയൊന്നും നടക്കത്തില്ല. നമ്മളെ ഒരു വ്യക്തിയായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം അത് സെറ്റാവുള്ളൂ.
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ടിനിച്ചേട്ടനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടിനി ടോം എന്നാണ് നിങ്ങളെ വിളിച്ചിട്ട് ആ സിനിമയ്ക്ക് കറക്റ്റ് പോസിറ്റീവായ റെസ്പോൺസ് പറയണമെന്ന രീതിയിലൊരു സംസാരം. ഏതെങ്കിലും പോയിന്റിൽ നിങ്ങളുടെ ഒരു ഫെയിമിനെ സിനിമാക്കാർ ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും അശ്വന്ത് കോക്ക ഉൾപ്പെടെയുള്ള ആളുകളുടെ റിവ്യൂ കണ്ട് മാത്രമേ മലയാളികൾ തിയേറ്ററിലേക്ക് കയറി ചെല്ലൂ എന്നൊരു അവസ്ഥയിലേക്ക് വന്നതായി തോന്നുന്നുണ്ടോ? ചില സമയങ്ങളിൽ നമ്മളെ വിളിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ പടങ്ങളിലും എന്നെ യൂസ് ചെയ്യണമെന്ന് ഇല്ലല്ലോ. ഇപ്പോൾ റിവ്യൂ ചില സമയത്ത് റിവ്യൂ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എങ്കിലും ജോറ കൈത്തട്ടെങ്കിൽ എന്ന് പറഞ്ഞ പടത്തിൽ നമ്മൾ പോയി റിവ്യൂ പറഞ്ഞായിരുന്നു. നമ്മുടെ തമിഴ് നടൻ്റെ ഒരു വണ്ണുള്ളൊരു നടനുണ്ട്, പേര് അറിയില്ല കറക്റ്റായിട്ട്, മറന്നുപോയി. യോഗി ബാബു. അപ്പോൾ പുള്ളിയുടെ പടത്തിന് റിവ്യൂ പറഞ്ഞായിരുന്നു. കാരണം നമ്മളിപ്പോൾ വനിതാ വിനിതയിൽ റിവ്യൂ പറയാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓണറിന് നമ്മളെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത പല ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഡാൻസ്, പിന്നെ എന്തെങ്കിലും നടന്മാർ വരുമ്പോൾ ചില സമയത്ത് ആദ്യം ഫസ്റ്റൊക്കെ നടന്മാർ നമ്മളെ കൂടെ നിർത്തി റിവ്യൂ പറയിച്ചപ്പോൾ പിന്നീട് പല റിവ്യൂകളിലും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പോകുമ്പോൾ ചില ആൾക്കാർക്കും നടന്മാർക്കും അത് പറ്റില്ല എന്ന രീതി വന്നപ്പോൾ നമ്മളത് മാറി പിന്നീട് ഈ ഓണർ നമ്മളായിട്ട് കേസായി കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് വനിതാ തിയേറ്റർ എന്ന് പറഞ്ഞ കോംപ്ലക്സിലേക്ക് നമ്മൾ പടം കാണാനായിട്ട് പൊതുവേ പോകാറില്ല. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ മൂന്ന് പടങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയ റോൾസേ ഡയലോഗ്സ് ഉള്ള റോൾസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗുലാം തട്ടുകട, ചോലവിസ്കി, കൂടൽ, അതിലൊക്കെ 1-2 പടത്തിലൊക്കെ ഡയലോഗുണ്ട്. ഗുലാം തട്ടുകടയിലും ചോലവിസ്കിയിലും ഡയലോഗുണ്ട്. അപ്പം അതിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ വനിത പോവാം. പക്ഷേ ഇപ്പോൾ വേറെ ഒരു തിയേറ്ററിലും അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ AJP-ക്ക് വിലക്കില്ല. വിമർശനങ്ങൾക്കിടയിലും ആ വിമർശനങ്ങളെ തൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ പടവുകളായി മാറ്റി ലൊക്കേഷനുകളിൽ നിന്ന് മറ്റുള്ള ലൊക്കേഷനുകളുടെ തിരക്കിട്ട് ഓടുകയാണ് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട AJP എന്നറിയപ്പെടുന്ന അലിൻ ജോസ് പെരേര ഒരുപാട് ചിത്രീകരണ വിശേഷങ്ങളുടെ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ പ്രേക്ഷകരുമായി ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ഒരു സിനിമാ മോഹി ആയിക്കൊണ്ട് ഇടക്കൊച്ചിയിൽ നിന്നും വണ്ടി കയറി ഇന്ന് മലയാളികളുടെ ഇടനെഞ്ചിൽ സ്ഥാനം നേടിയ അലിൻ ജോസ് പെരേരയോടൊപ്പം ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ.